ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഹോം റെമഡിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പനിയും ജലദോഷവും ചുമയും കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര പാടാണ്. പനിയും ജലദോഷവും ഒക്കെ പെട്ടെന്ന് മാറും, പക്ഷെ ചുമയും കഫക്കെട്ടും മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയൊക്കെ മെഡിസിൻ എടുത്താലും ചുമ മാറാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ എടുക്കുന്ന അത്ര ശരീരത്തിന് നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയൊരു ഹോം റെമഡിയാണ്. ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഇത് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇപ്പൊ ചുമയും കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാറില്ല. ഈ ഒരു മരുന്നാണ് കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുകയും ചെയ്യും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേനാണ്. അപ്പൊ ഏകദേശം ഇത്രത്തോളം തീർന്നിട്ടുണ്ട് തേന്. അപ്പൊ ഇനി ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇനിയിപ്പോ തേൻ വാങ്ങി വെക്കണം. നമ്മൾ എപ്പോഴും വീട്ടിൽ തേൻ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുമാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേൻ ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനുള്ളത്. പെട്ടെന്ന് നമുക്ക് വലിയ മെനക്കെടുള്ള പരിപാടിയൊന്നുമില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ തേൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ആ കുടിക്കുന്ന ടൈമിൽ തന്നെ ചുമ നന്നായിട്ട് മാറും. എത്ര വലിയ ചുമയാണെങ്കിലും പിന്നീട് ചുമക്കത്തൊന്നുമില്ല. ഒരു ദിവസം ഒരു 3 നേരം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുന്നത്. ഒരു സിറപ്പ് നമ്മൾ കുടിക്കാൻ എടുക്കുന്ന കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആവും എല്ലാവർക്കും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.